അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് ഫ്രിഡ്ജാണോ, മൊബൈലാണോ, അതോ TV ആണോ? ആശങ്കയിലാണ് ഹമാസ്. കാരണം ഏത് വഴി കൂടെ എങ്ങനെയാണ് ബോംബറുകൾ വരുന്നതെന്ന് ഒരു പിടിയുമില്ല. ആക്രമണം എങ്ങനെയാണെന്നറിയാതെ ഇങ്ങനെ ആകാശവും ഭൂമി ഇല്ലാതെ ഇരിക്കുകയാണ് തീവ്രവാദികൾ. ഈ മൊസാദാണ് ഇതിൻ്റെ പിന്നിൽ. അത് ലോകം മുഴുവൻ അറിയാം, ഇസ്രായേലിൻ്റെ ചാരസംഘടന. അപ്പോൾ ഈ മൊസാദ് എന്താണ് എന്ന് നമ്മുടെ സാധാരണ ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും. എന്താണ് മൊസാദ്? എന്താണ് ചേച്ചി മൊസാദ്? അതായത് ഇപ്പൊ ധന്യ തന്നെ പറഞ്ഞു ഇസ്രായേലിന്റെ സ്വന്തം ചാരസംഘടനയാണെന്ന്. അപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ ഒരു ചാരസംഘടന കാണും. മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്കെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന്. നമ്മുടെ അജിത് ഡോവൽ പാകിസ്ഥാനിൽ പോയി ചാരപ്രവർത്തി നടത്തിയത് അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലെ ചാരസംഘടനകൾ ഉണ്ടാകും. അവരാണ് അതായത് ഈ വിവരങ്ങൾ ശേഖരിച്ച് കൊടുക്കുന്നതും എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തുന്നതിനെല്ലാം. ഇത് കൂടുതലും സ്ത്രീകളാണ് ഈ മേഖലയിൽ ചാരസുന്ദരിമാരെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ, അവരാണ്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ ഈ ചാരസംഘടനയിൽ 1949 ഈ മൊസാദ് തുടങ്ങുന്നത്. ഈ മൊസാദിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ രാജ്യങ്ങളും വളരെ ആകാംക്ഷയോടെയും ആരാധനയോടെയും കണ്ടിരുന്നതാണ് ഈ മൊസാദിന്റെ പ്രവർത്തനങ്ങൾ. ഈ മൊസാദിന്റെ ഓരോ ഓപ്പറേഷൻസും വെച്ചിട്ട് സിനിമകൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ സംഘടന ഈ ഇതില് 40% ജീവനക്കാരും സ്ത്രീകളാണ്. അത് മാത്രമല്ല ഈ ഉന്നത തലപ്പത്തിരിക്കുന്നവരിലും 24% സ്ത്രീകളാണ്. കാരണം ഈ ചോർത്തിയെടുക്കാൻ കൂടുതൽ കഴിവ് പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ്. കാരണം ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് തന്നെ അവരെ വളച്ചെടുക്കാനും അവരിൽ നിന്ന് ഓരോന്ന് ചോർത്തിയെടുക്കാനും എല്ലാം മിടുക്കികൾ സ്ത്രീകളായതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളാണ് ഇതിൽ ഭൂരിഭാഗവും ഉള്ളത്. ഈ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ മ്യൂണിക് ഒളിമ്പിക്സിൽ കുറച്ച് ഇസ്രായേലി അത്ലറ്റുകൾ കൊല ചെയ്യപ്പെട്ടിരുന്നു. അതിൽ കൊലപാതകികളായ ഒരു 3 പേരെ പിടിച്ച് കൊല്ലുന്നതിൽ ഈ ഒരു ചാരസംഘടന ഈ മൊസാദിലെ ഒരു സിൽവിയ റാഫേൽ എന്ന് പറയുന്ന ഒരു ചാരസുന്ദരി ആണ് അവർ 3 പേരെ പിടികൂടി വധിക്കുകയും ചെയ്തു ഈ കൊലപാതകികളെ. അങ്ങനെ നോർവേ സർക്കാർ ഇവരെ പിടിച്ചുകൊണ്ടുപോയി. സാധാരണഗതിയിൽ ഇവരിങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കപ്പെടില്ല. പക്ഷെ ആ സംഭവത്തിൽ നോർവേ സർക്കാർ ഇവിടെ പിടിച്ചു. പക്ഷെ ഇസ്രായേൽ വിട്ടുകൊടുക്കില്ല. ഇസ്രായേൽ എന്ത് ചെയ്തു? ഇവരെ എങ്ങനെയെങ്കിലും അവരെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ആക്രമണം ഇല്ലേ, പേജർ ആക്രമണം, വാക്കി ടോക്കി ആക്രമണം, ഈ ആക്രമണത്തിന് റേഡിയോകളും പൊട്ടിത്തെറിച്ചു, കാർ ബാറ്ററി അങ്ങനെയുള്ളത് തന്നെ പറഞ്ഞ പോലെ എന്ത് പൊട്ടിത്തെറിക്കുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ചാണ് ഇവരിയ്ക്കുന്നത്, ഈ തീവ്രവാദികൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ഒരു ആക്രമണത്തിൽ ശരിക്കും തായ്വാനിലെ ഒരു ഗോൾഡൻ അപ്പോളോ അവരാണ് ഈ പേജറുകൾ കൊടുത്തതെന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? ഈ തീവ്രവാദികൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ആരായിരുന്നു കൊടുത്തത്? അവർ പറയുന്നത് അവർ ഇത് ഇവർക്കല്ല, ഹംഗറിയിലുള്ള BACK എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ്, അവരാണ് ഇത് വിതരണം ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ഇത് അന്വേഷിച്ചതിന് BACKയുടെ ഹംഗറിയിൽ പോയി തപ്പിയപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ല, ഒരു കാട് പിടിച്ച ഒരു കെട്ടിടമാണ് അവർ കണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു കമ്പനി എന്ന് പറയുന്നത് ശരിക്കും ഇല്ല. അപ്പം ഈ ഒരു പ്രോജക്റ്റ് എന്ന് തന്നെ പറയാം, ഈ ഒരു ഓപ്പറേഷന് വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി ആയിരിക്കാം ഇത്. അപ്പോൾ ആ കമ്പനിയുടെ CEO ആയിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, സുന്ദരി, ക്രിസ്ത്യാന ആഴ്സി ഡയക്കോനോ, നമുക്കൊന്നത് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലെ ഈ തങ്കപ്പൻ രാമകൃഷ്ണൻ ഇതൊന്നും അവർക്കും പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഒരു കുറവല്ല, ഓരോരുത്തരുടെയും സ്ലാങ്ങിൻ്റെ. അപ്പോൾ ഇവരാണ് അതിൻ്റെ CEO ആണെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട്. പക്ഷേ ഇവരെ കുറിച്ച് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇത് ആരെന്തെന്നൊന്നും ഇവരുടെ പേര് മാത്രമേ ഇവർക്ക് ഇങ്ങനെ പിടികിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവർ വഴിയാണ് ഇപ്പോൾ ഈ ഒരു പേജർ ആക്രമണം നടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് മൊസാദ് എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ മാത്രമല്ല ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ചാര സംഘടനയാണ്. അതായത് എവിടെ ചെന്നും ഇവർക്ക് ശത്രുക്കളെ കൊല്ലാനുള്ള അധികാരമുണ്ട്, അത് ഇവർ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷ കാക്കുന്നത് ഇവരാണ്. ഈ ചാരസുന്ദരിമാരെ വിട്ടുകൊണ്ട് ഇവർക്ക് അതായത് ഇവരുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് വന്ന് നമ്മുടെ രാജ്യത്തെ സഹായിക്കുക. അതായത് ഇസ്രായേലിനെ സഹായിക്കാനായി മൊസാദ് തയ്യാറാക്കിയ ഒരു വലിയ സംഘടന. അതിൽ 40% സ്ത്രീകളാണ്. 24 പേരാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ നമ്മൾ ചാരസുന്ദരികൾ എന്ന് പറയുമ്പോൾ ശാരീരികമായി ബന്ധം പുലർത്തിയിട്ട് അവിടെ നിന്ന് രഹസ്യങ്ങൾ ചോർക്കുമെന്നാണ് പറയുന്നത്, ഒരു തേൻകണി ആ തലത്തിൽ എന്നാണ് നമ്മൾ. പക്ഷെ ഇവരെ മൊസാദ് ആരെയും കിടപ്പറകളിലേക്ക് വിടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിടപ്പറകളിൽ കിടന്നുകൊണ്ട് ശാരീരിക ബന്ധം നടത്തിക്കൊണ്ടുള്ള ഒരു രഹസ്യ ചോർത്തലും നമുക്ക് വേണ്ട.
അല്ലാതെ ഇവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇവരിൽ നിന്ന് മാക്സിമം രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ പേജർ പൊട്ടിത്തെറിച്ചത് ഇത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ, ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ബാറ്ററിക്കുള്ളിൽ അത്യുൽപാദനമുള്ള ഈ പൊട്ടിത്തെറിക്കാനുള്ള വസ്തുക്കൾ കയറ്റി വച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ വന്ന് ഷിപ്പിൽ ഇവിടെ വന്ന് ഇവരുടെ കൈകളിലേക്ക് എത്തി ആ മെസ്സേജ് വരുന്നത് വരെ ഈ തീവ്രവാദികൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ മൊസാദിൻ്റെ തല, എൻ്റെ അമ്മോ, അതൊരു വല്ലാത്ത തല തന്നെയാണത്, പറയാതിരിക്കാൻ കഴിയില്ല. ആചാരസുന്ദരിമാരെ മാത്രമല്ല, ഈ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചത്, ഈ ഖബറടക്കം ഈ 9 പേർ ഈ പേജർ പൊട്ടിത്തെറിച്ച് മരിക്കുന്നു, 4000-ഓളം പേർ അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്നു. അവരുടെ ഖബറടക്ക സമയത്താണ് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നത്. അതിനുശേഷം റേഡിയോകൾ പൊട്ടിത്തെറിക്കുന്നു. അപ്പൊ ഏത് വിധേനയും ഈ ഹമാസിന്റെ അടിവേര് തോണ്ടുക, അതായത് കളസം കീറി ഹമാസ് ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ആക്രമണത്തിൽ ഒരു അവർ കരുതുന്നത് എന്താണെന്ന് പറയാമോ? അല്ലാതെ ഒരു ബോംബ് പൊട്ടിക്കൽ, മിസൈൽ, അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ബൾക്കായിട്ട് കൂടെയുള്ള, ഇപ്പൊ ഇവര് സാധാരണ ഇവരെല്ലാം ആശുപത്രികളിലും സ്കൂളിലും ഒക്കെ കയറി ഒളിക്കാറുണ്ട്. അപ്പൊ അവരെ ആക്രമിക്കുമ്പോൾ എന്ത് പറ്റും? നിരപരാധികളായിട്ടുള്ളവരും ഒരുപാട് പേര് അല്ലാതെ മരിക്കും. അപ്പൊ അതാണ് ഇസ്രായേലിനെ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഗാസയിലൊക്കെ അങ്ങനെയാണ് പലരും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. പലരും ഇസ്രായേലിനെതിരെ പാവങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങൾക്ക് അവരോടാണ് ദേഷ്യമെങ്കിൽ അവരെ മാത്രം തീർത്താൽ പോരെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള ഒരു മറുപടി, ആ ഒരു ആരോപണത്തിനുള്ള മറുപടിയാണ് ഈ ആക്രമണം എന്ന് മനസ്സിലാക്കാൻ. കാരണം മറ്റ് നാശനഷ്ടങ്ങളൊന്നും, 2 കുട്ടികൾ മരിച്ചിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് ഉണ്ടെന്നത് ഒഴിച്ചാൽ മറ്റ് ആൾക്കാർ മാത്രം തന്നെ മെസ്സേജ് വായിക്കുന്നു, ബീപ്പ് ശബ്ദം കേൾക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. മാർക്കറ്റുകളിൽ ചെന്ന് നിൽക്കുന്നു, ബീപ്പ് ശബ്ദം കേൾക്കുന്നു, അവര് മെസ്സേജ് നോക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. അതായത് അവരെ മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല, അവരുടെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഈ ലക്ഷ്യമെന്നാണ്. മാത്രമല്ല ഈ ചാര സംഘടനയെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇസ്രായേലിനല്ലാതെ മറ്റൊരു രാജ്യത്തുള്ളവർക്കും അറിയില്ല. മൊസാദിനെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും രാജ്യത്തുള്ള ആർക്കും അറിയില്ല. ഇവരിലെ ചാരസുന്ദരികൾ ആരൊക്കെയാണ്, ഏത് രാജ്യക്കാരാണ്, എവിടെയാണ് ഇവർ താമസിക്കുന്നത്, എന്താണ് ഇവരുടെ ഐഡന്റിറ്റി, ഇതൊന്നും ഇന്ന് വരെ ഇവർ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അതിസൂക്ഷ്മമായി രഹസ്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ ഈ പ്രതിഭാസത്തെ വലിയ അത്ഭുതമായാണ് ലോക രാജ്യങ്ങൾ വരെ കാണുന്നത്. അതായത് ഇസ്രായേലിനെ തൊടാൻ ആരും വരണ്ട, ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് ചങ്ങല തീർത്ത് മൊസാദ് ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഹമാസിന് നേരെ ഇവർ വയ്ക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ പൊട്ടിത്തെറിക്കും. കാരണം നിന്ന നിപ്പിൽ ഹമാസ് തീവ്രവാദികൾ പൊട്ടുകയാണ്. അത് അവർ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴായിരിക്കും. ഏത് വഴിക്കാണ് ഇവരുടെ ആക്രമണങ്ങൾ വരുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്താകും ഇസ്രായേലിൻ്റെ തന്ത്രം, ഇസ്രായേൽ ഏത് തരത്തിലായിരിക്കും മൊസാദ് വഴി തിരിച്ചടിക്കാൻ പോകുന്നത്? ചിലപ്പോൾ ഇസ്രായേൽ പോലും അറിയാതെ ആയിരിക്കാം മൊസാദ് പ്ലാനുകൾ ചെയ്യുന്നത്. പൊട്ടിത്തെറിക്കുന്നതിന് ശേഷമായിരിക്കാം ഇസ്രായേലിനോട് തന്നെ പറയുന്നത് ഞങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഒരു വ്യാജ കമ്പനി ഉണ്ടാക്കുന്നു, അതുവഴി ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് പോകുമ്പോൾ, ഹംഗറിയിൽ പോകുമ്പോൾ അത് ഒഴിഞ്ഞ കെട്ടിടം, കാട് പിടിച്ച് കിടക്കുന്ന കെട്ടിടം, അവിടെ ഒരു A4 സൈസ് പേപ്പറിൽ ഒരു നമ്പർ മാത്രം കാണുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാം വെൽ പ്ലാനായിട്ട് ചെയ്യുന്ന ഒരു ചാര സംഘടന ഇസ്രായേലിന് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരുടെ വിജയം, അല്ലേ? അതായത് ഇപ്പോൾ ഉണ്ടായ ആക്രമണം അത് ഈ മൊസാദിന്റെ തന്നെയാണെന്ന് തെളിഞ്ഞു. അപ്പോൾ തന്നെ ഈ ക്രിസ്ത്യാനയാണ് അതിന്റെ പിന്നിലെന്നും മാധ്യമങ്ങൾ ഈ ഫോട്ടോ അവർക്ക് അവിടെ ക്രിസ്ത്യാനെ പറ്റി വേറെ ഒരു വിവരവും ആർക്കും ലഭിച്ചിട്ടില്ല. പക്ഷെ ഈ ഫോട്ടോ ഈ കിട്ടിയതാണെന്ന്. പക്ഷെ ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഇവരൊരു ചെറിയ പുള്ളിയൊന്നും അല്ല. ഇവർ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. പ്രശസ്തമായ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നാണ് ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിഷയങ്ങളിലും പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിലും ഇവർ വൈദഗ്ധ്യം നേരിട്ടുണ്ട്. അല്ലാതെ ഈ പറയുമ്പോൾ നമ്മൾ ഹമാസിനെ നേരിടാൻ ഇത്രയും വിവരമുള്ള ഒരു സ്ത്രീ രംഗത്തിറങ്ങുമ്പോൾ തന്നെ അറിയാമല്ലോ അടിവേര് മുഴുവൻ തോണ്ടുന്നു. അത് മാത്രമല്ല ഇറ്റാലിയൻ ഭാഷയും റഷ്യൻ ഭാഷയും അടക്കം 7 ഭാഷകളിൽ ക്രിസ്ത്യാന അതിവിദഗ്ധയാണ്. നമുക്കൊന്ന് വെല്ലുവിളിച്ചാലോ മലയാളം പഠിച്ച് കാണിക്കാൻ.
ഫിസിക്സിൽ PhD കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പം ചില്ലറക്കാരിയല്ല എന്നുള്ള കാര്യമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. BAC കമ്പനിയുടെ വെബ്സൈറ്റിലും ശാസ്ത്രജ്ഞ എന്നാണ് ക്രിസ്ത്യാനിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പാരീസിലെ ഒരു സ്ഥാപനത്തിലും ഇവർ ജോലി ചെയ്തിട്ടുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പറന്നു നടക്കുന്ന വനിത എന്നാണ് ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനി എന്തായാലും അതിനൊക്കെ ഒരു കഴിവ് വേണം അല്ലേ? ഈ തീവ്രവാദികളുടെ അടുത്ത് പോയി അവരുടെ രഹസ്യങ്ങൾ ചോർത്തി സ്വന്തം ജീവൻ പണയം വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാരണം പിടിക്കപ്പെട്ട ആ ഓൺ ദ സ്പോട്ടിൽ ശാരീരികമായി ഉപദ്രവിച്ച് അവരെ തീർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ എന്തുമാത്രം ആത്മധൈര്യം ഉണ്ടായിരിക്കും ഇവർക്ക് എന്നുള്ളതാണ്. സാധാരണ ഈ ശാരീരിക ബന്ധം ഏർപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഉള്ളിലുള്ളത് അങ്ങ് തുറന്ന് പറയും. ഇത് അതുപോലും ചെയ്യാതെ ഉള്ളിലുള്ളത് മുഴുവൻ ഇങ്ങ് പിടിച്ചെടുത്തിട്ട് ധൈര്യപൂർവ്വം ഇക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പണ്ട് ഒരു CID നസീർ അങ്ങനെയൊക്കെ ഒരു സിനിമകളുണ്ട്. അതിലാണ് ഇവിടെ ഒരു ഉണ്ണി വെച്ചിട്ട് നസീർ വേഷം മാറി ചാരപ്രവർത്തികൾ ചെയ്യുന്ന അതിൽ ശീലയുണ്ട്. കണ്ണൂർ ഡിലക്സ് അങ്ങനെ ഒരു സിനിമയുണ്ട്. അതിലൊക്കെയാണ് നമ്മളിത് പണ്ട് കണ്ടിട്ടുള്ളത്, ഈ ചാരപ്പണി ചെയ്യുന്നത്, വേഷം മാറി പോകുന്നത്. അപ്പം ഇപ്പൊ ഇതൊക്കെ അതിന്റെയൊക്കെ വലിയ വലിയ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള വേർഷനാണ് മൊസാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ ചാരസുന്ദരിയായിരുന്നു അജിത് ഡോവൽ. പാകിസ്ഥാനിൽ പോയി എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുത്ത ഞങ്ങളുടെ ചാരസുന്ദരി. അതുകൊണ്ട് ഞങ്ങൾക്കും ഉണ്ട് ഇത്തരത്തിൽ രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരാള്. അതുകൊണ്ട് ഇന്ത്യയെ തൊടാനും ആരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും.